പോലും മുളയ്ക്കാത്ത ഭൂമിയല്ലേ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചൈനയ്ക്ക് ഇഷ്ടദാനം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടായിരുന്നു സർ? ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് സമാധാനത്തിന്റെ മാടപ്രാവുകളാണ്, അവരാരെയും ദ്രോഹിക്കാറില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അത് എവിടെയാണ് സംഭവം എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലോകത്തിൽ ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഖുറാനെ ഉയർത്തിപ്പിടിച്ച് ഖുറാൻ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന ആ അതിക്രൂരതയെ പറ്റി അബ്ദുള്ളയുടെ കണ്ണിൽ പെടുന്നില്ല എങ്കിൽ അത് താങ്കൾ ധരിച്ചിരിക്കുന്ന കണ്ണടയുടെ കുഴപ്പമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇലിഭ്യനാകാൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെയും ക്രൂരതയെ പറ്റി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരണാധികാരിയാണ്, പക്ഷെ എങ്കിൽ പോലും ഇന്ത്യയുടെ നല്ല അടുത്ത സുഹൃത്തായി അറിയപ്പെട്ട ഭരണാധികാരിയാണ്. ബംഗ്ലാദേശിലുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ അതിശക്തമായി തടയുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉള്ളവരെ അതികർക്കശമായി നേരിടുകയും ചെയ്തു എന്നതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ സുഹൃത്ത് തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലോറിൽ ഇരുന്ന് വിശദീകരിച്ച് സ്വയം ലഭ്യനാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് വിശദീകരിക്കുന്നില്ല എന്ന് പറയും. പിന്നെ 1921 മലബാറിൽ നടന്നതും ഇത് തന്നെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറഞ്ഞ് കലാപം തുടങ്ങുക, അത് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് നേരെ തിരിയുക. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയും അവാമി ലീഗും തമ്മിലാണ് സംഘർഷം തുടങ്ങിയത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുകാരെ എല്ലാം തെരഞ്ഞുപിടിച്ച് അടിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കുക, ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ചു ചെല്ലുക, കൊല്ലപ്പെടും. ഞാൻ നിങ്ങൾക്ക് 1-2 പേരുകൾ വേണേ പറഞ്ഞേക്കാം. സന്തോഷ് സാഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം ഏത് വിഭാഗക്കാരനാണെന്ന്. തല്ലിക്കൊന്ന് തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രദീപ് കുമാർ ഭൗമിക് CPM ഇൻ ദ സെൻസ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് മാത്രമല്ല ഡെയിലി കോബർ എന്ന് പറയുന്ന പത്രത്തിന്റെ റായ്ഗഞ്ച് ലേഖകനാണ്. ആ റായ്ഗഞ്ചിലെ പ്രസ് ക്ലബ് ആക്രമിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റു മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിട്ടില്ല. പ്രദീപ് കുമാർ ഭൗമിക്കിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് തല്ലിക്കൊന്ന് തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകളെ പറ്റി പറഞ്ഞാൽ നമുക്ക് ജനം ടിവിയുടെ 1.5 മണിക്കൂർ ഡിബേറ്റോ 3.5 മണിക്കൂറോ ഡിബേറ്റോ പോകാതെ വരും. അതുകൊണ്ട് കണ്ണുള്ളവർ കാണട്ടെ, മനസാക്ഷിയുള്ളവർ പ്രതികരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിൽ അക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ സന്ദീപ് വചസ്പതി, ഇവിടെ ബംഗ്ലാദേശ് മതഭീകരതയ്ക്ക് വഴിമാറുന്നുവോ എന്നുള്ള ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. ഭാരതം എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. അതിർത്തിയിൽ ഭാരതത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണിയാകുമോ ഇനി വരും കാലങ്ങളിൽ ബംഗ്ലാദേശ്? തീർച്ചയായും ഞാൻ അതിനു മുൻപ് ഈ 2 പേര് പറഞ്ഞതിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അവസാന ഘട്ടത്തിലേക്ക് സേനാപതി വേണു അദ്ദേഹത്തിനെ മയപ്പെടുത്തി ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് വന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു ക്രൂരത ആയിരിക്കും എന്നതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയുകയാണ്. താങ്കളിവിടെ പറഞ്ഞല്ലോ ഗുജറാത്ത് കലാപമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം എന്നുള്ളത്. താങ്കൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് താങ്കളുടെ ആ ഒരു മാനദണ്ഡം എന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഗുജറാത്ത് കലാപത്തെ പറ്റി നിറംപിടിപ്പിച്ച കഥകളല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് എടുത്തു പറയുന്നു 10 വർഷം താങ്കൾ അംഗമായിരിക്കുന്ന പാർട്ടി നേതൃത്വം കൊടുത്ത ഒരു സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നിങ്ങൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിർത്തുന്ന പ്രസ്ഥാനങ്ങളെയോ അന്നത്തെ ഭരണകൂടത്തെയോ പ്രതി ചേർക്കാൻ ഒരു FIR പോലും ഇടാൻ പറ്റിയിട്ടില്ല എന്ന് സേനാപതി വേണു മറന്നു പോകരുത്. ഗുജറാത്ത് കലാപത്തിൽ 1500-ൽ താഴെ ആൾക്കാർ മരിച്ചപ്പോ താങ്കൾ വിശേഷിപ്പിച്ചല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപമെന്ന്. 84 അങ്ങ് മറക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ സേനാപതി വേണു, 8000 നിരപരാധികളാണ് അവിടെ അന്ന് പിടഞ്ഞു മരിച്ചത്. 8000 പേര്. അന്നത്തെ താങ്കളുടെ നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വൻമരം വീഴുങ്ങുമ്പോൾ ഭൂമി കുലുങ്ങും, അപ്പോൾ ചില കാഷ്വാലിറ്റികളൊക്കെ ഉണ്ടാകുമെന്ന്. നിസ്സാരമായി തെരുവിലെ പട്ടി ചത്താൽ പോലും ഇത്രയും വില കൽപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, അത് താങ്കളുടെ നേതാവായിരുന്നു എന്ന് സേനാപതി വേണു മറന്നു പോകരുത്. പിന്നെ ഇവിടെ അബ്ദുള്ള കുറെ കാലമായി അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞല്ലോ, അത് വളരെ ക്ലീശയാണ്. അവലും മലരും കുന്തിരിക്കും ഒക്കെ കേരളത്തിൽ എവിടേക്കോ നടന്ന ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളാണ് ഇസ്ലാം ഭീകരവാദം കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധ്യതമായത് എന്നൊക്കെയാണല്ലോ അബ്ദുള്ളയുടെ പറച്ചില്. ആഗോള ഇസ്ലാം തീവ്രവാദത്തിന്റെ സന്തതികളാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും PDP എന്നൊക്കെ അബ്ദുള്ളക്ക് അറിയാത്തതാണോ? അതോ ഞാൻ ഇനി താങ്കളെ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ? താങ്കൾ ഇത്ര കാലമായില്ലേ, താങ്കൾ വളരെ വ്യാപകമായി വിപുലമായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ. താങ്കൾക്ക് ആഗോള ഇസ്ലാം ഭീകരവാദത്തിന്റെ നാൾ വഴികളെ പറ്റിയും അവർ ലോകത്തിൽ എവിടെ ചെന്നാലും
ആരോടാണ് സാർ ഇസ്ലാമിക ഭീകരന്മാർക്ക് സമരമില്ലാത്തത്, തീവ്രവാദ പ്രവർത്തനങ്ങളില്ലാത്തത്? ലോകത്തിൽ എവിടെയാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്? ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ എവിടെ തദ്ദേശീയ ജനതയുമായി പ്രശ്നമില്ലാത്ത ഒരു രാജ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? നിങ്ങൾ എവിടെ ചെന്നാലും പ്രശ്നമല്ലേ? എന്താണ് താങ്കൾ അതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഏതോ പ്രാവിൻകുട്ടികളാണ്, ആട്ടിൻകുട്ടികളാണ് എന്ന തരത്തിലൊന്നും ദൈവം സംസാരിക്കരുത്. പിന്നെ താങ്കളൊക്കെ എത്രയോ കാലം ഓടിച്ചൊരു ടേപ്പാണല്ലോ ഭ്രൂണം, ഗർഭിണി, ശൂലം എന്നൊക്കെ. എവിടെയാണ് സാർ അങ്ങനെ ഒരു സംഭവം നടന്നത്? താങ്കൾക്ക് എനിക്ക് ആ ഇൻസിഡന്റ് ഒന്ന് പറഞ്ഞു തരാമോ? എവിടെയെങ്കിലും അത് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? താങ്കളൊന്ന് പറഞ്ഞു തരാമോ? കുറെ കാലമായാലും നിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് കോളാമ്പി വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അങ്ങനെ ഒരു കേസ് നിലനിൽപ്പുണ്ടോ? UP അല്ലായിരുന്നോ 10 വർഷം ഭരിച്ച? ഞാൻ വീണ്ടും ചോദിക്കട്ടെ. അപ്പൊ വെറുതെ താങ്കൾ ഇത്ര പ്രായമായില്ലേ, അതുകൊണ്ട് സത്യസന്ധമായി ചാനൽ ചർച്ചകളിലെങ്കിലും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ രോഹിണി ചോദിച്ച ചോദ്യം, ഇത് ഇന്ത്യക്ക് എത്രമാത്രം ഭീഷണിയാണെന്നുള്ളത്. തീർച്ചയായും ഈ കലാപം അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കെതിരെ തിരിയാനുള്ള സാധ്യതയാണ് നാം കാണുന്നത്. കാരണം അവിടെയാണ് ഇവിടെ സേനാപതി വേണു കോൺഗ്രസിന്റെ നിഷ്കളങ്കതയെ പറ്റി വാചാലരായപ്പോൾ ഇന്നലെ മണിശങ്കർ അയ്യരും നമ്മുടെ സൽമാൻ ഖുർഷിദും ഒക്കെ പറഞ്ഞ പ്രസ്താവന താങ്കൾ മറന്നുപോയോ? താങ്കൾ എന്താ പ്രസ്താവന ചർച്ച ചെയ്യാതെ പോയോ? താങ്കളത് ഉരുണ്ടുവരണ്ട് അവർ മറ്റെന്തോ ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ എക്സാക്ട് വേഡിങ് താങ്കൾക്ക് പറഞ്ഞു തരണോ? മണിശങ്കർ അയ്യർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും സാഹചര്യം സമാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീമാൻ സേനാപതി വേണു അതിന്റെ അർത്ഥം? ബംഗ്ലാദേശിലെ പോലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനും എന്താണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും വഴി തീയിട്ട് അടിവസ്ത്രങ്ങൾ വരെ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നാണോ നിങ്ങളുടെ നേതാവ് മണിശങ്കർ അയ്യർ ഉദ്ദേശിച്ചത്? സൽമാൻ ഖുർഷിദ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ബംഗ്ലാദേശിൽ നടന്നത് ഇന്ത്യയിലും നടന്നേക്കാം. അപ്പൊ ഇത് കലാപത്തിന് ആഹ്വാനമല്ലാതെ മറ്റെന്താണ് ശ്രീമാൻ സേനാപതി വേണു? അപ്പോൾ കോൺഗ്രസിന്റെ എന്താണ് വാചാടോപങ്ങളൊന്നും ഇവിടെ വന്നിരുന്ന് പറയരുത്. കോൺഗ്രസ്സുകാരൻ ഇന്ത്യ മഹാരാജ്യം, ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ, നരേന്ദ്രമോദിയോടുള്ള വിരോധമാകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷത്തിരുന്നൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാ. കോൺഗ്രസ് 10 വർഷമല്ലേ ആയുള്ളൂ പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഇത്ര അസ്വസ്ഥത കാണിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി നിങ്ങൾക്ക് എന്താണ് ഇത്ര ചങ്ങാത്തം? ഇന്ത്യയിലെ CAA വിരുദ്ധ കലാപം, ദില്ലിയിൽ നടന്ന കർഷക സമരത്തോടനുബന്ധിച്ച് പിന്നിൽ പ്രവർത്തിച്ച വിദേശ ശക്തികളുടെ ഫണ്ടിങ്, ഇതേപ്പറ്റിയൊന്നും താങ്കൾക്ക് അറിയാത്തതാണോ? ദില്ലിയിൽ നടന്ന കലാപം, ഇന്ത്യയിൽ നടന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ എന്ന് നടന്ന രാഷ്ട്രീയ സമരങ്ങളിലെല്ലാം ചൈനയുടെ പങ്കുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ പങ്കുണ്ടായിരുന്നു, അമേരിക്കയുടെ പങ്കുണ്ടായിരുന്നു. ഇത് താങ്കൾക്ക് അറിയാത്തതാണോ? രാഷ്ട്രീയ വിരോധം വെച്ച് നമുക്ക് പലതും പറയാം. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്, ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം എന്താണ് പറയുന്നത്, പച്ചക്കത് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൈനയുടെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ഷെയ്ഖ് ഹസീന സർക്കാർ കഴിഞ്ഞ 10 വർഷമായി 15 വർഷമായി അവർ ഭരിക്കുന്നുണ്ടല്ലോ. 10 വർഷമായി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയുമായി അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ സഹോദര രാഷ്ട്രം എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്നത്. താങ്കൾക്കറിയാമോ, ഇന്ത്യ അഗർത്തലയിലേക്കുള്ള ഒരു റെയിൽ ട്രാക്ക് കടന്നു പോകുന്നത് ബംഗ്ലാദേശിൽ കൂടിയാണ്. ഇന്ത്യൻ റെയിൽവേ ട്രാക്ക് ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരതിന് സമ്മതിച്ചിട്ടുണ്ട്. ചരക്കു നീക്കം ഇന്ത്യയിലെ ട്രെയിനിന്, ഇന്ത്യൻ റെയിൽവേ ചരക്കുമായി പോകുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ബംഗ്ലാദേശിന്റെ റെയിൽവേ ലൈനുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. അതേപോലെ ബംഗ്ലാദേശിൽ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. അപ്പൊ രണ്ട് രാഷ്ട്രങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് സാർ കഴിഞ്ഞു വരുന്നത്. അവിടെ നരേന്ദ്രമോദി ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും എന്ന് വേർതിരിവ് കാണിച്ചിട്ടില്ലല്ലോ. വളരെ കൃത്യമായി ബംഗ്ലാദേശും അതേ നിലപാട് സ്വീകരിച്ചു. അപ്പൊ ഇതിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് വിഷമമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഛാത്ര ശിബിർ എന്നാണ് സംഘടനയുടെ പേര്. ഇവർ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്ന സംഘടനയുടെ പേര് ഛാത്ര ശിബിർ. അവരാണ് ഈ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. പറഞ്ഞല്ലോ, കലാപത്തിന്റെ അടിസ്ഥാനമില്ല. കാരണം പ്രക്ഷോഭത്തിന് അടിസ്ഥാനമില്ല. സർക്കാരിനും കലാപകാരികൾക്കും ഒരേ ആവശ്യമാണ്. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രക്ഷോഭകാരികളുടെ അതേ ആവശ്യമാണ് ഭരിക്കുന്ന സർക്കാരിനും. പിന്നെ എവിടെയാണ് പ്രക്ഷോഭത്തിനുള്ള സ്കോപ്പ് ഉള്ളത്? അപ്പൊ അടിസ്ഥാനമേ ഇല്ലാത്ത ഒരു സമരം ഉയർത്തിക്കൊണ്ടുവന്ന് അത് സർക്കാരിനെതിരെയുള്ള കലാപമാക്കി, ആ കലാപത്തെ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് നിഷ്കളങ്കമാണ്, സ്വാഭാവികമാണ്, ജൈവികമാണ് എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? വസ്തുതകളായി വിലയിരുത്തണ്ടേ? ഇവിടെ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ഡൊണാൾഡ് ലൂ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ശ്രീമാൻ സേനാപതി വേണു, മോ അബ്ദുള്ളയും ഒക്കെ. ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന അമേരിക്കയുടെ
സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് നമ്മുടെ ഇവിടുത്തെ പോലെ വിദേശകാര്യ സെക്രട്ടറി, സൗത്ത് ഏഷ്യയുടെയും മിഡിൽ ഏഷ്യയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഡൊണാൾഡ് ലൂ. ആ ഡൊണാൾഡ് ലൂവിന് ശ്രീലങ്കയിലും നേപ്പാളിലും നടന്ന ആഭ്യന്തര കലാപത്തിൽ പങ്കുണ്ട്. അതേ ആൾക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിന് പിന്നിൽ പങ്കുണ്ട് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു സർ. ഇതൊന്നും യാദൃശ്ചികമൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ചൈനയുടെയും കൈ അവിടെ. കാരണം ബംഗ്ലാദേശ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ചൈന വിരുദ്ധ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതായത് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണ് അനുവദിച്ചു കൊടുക്കില്ല എന്ന ഷേഖ് ഹസീനയുടെ നിലപാട് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിർത്തി കടന്ന ഭീകരവാദങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയിൽ ഇല്ലാത്തത്. പാകിസ്ഥാൻ അതിർത്തി കൃത്യമായി അടച്ചു കഴിഞ്ഞതിന് ശേഷം തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ബംഗ്ലാദേശ് അതിർത്തിയായിരുന്നു. കാരണം ഏകദേശം 4100 കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ ഈ 4100 കിലോമീറ്റർ അതിർത്തിയും ബംഗ്ലാദേശിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇന്ത്യ സുരക്ഷിതമാക്കിയത്. അതുവഴി ഭീകരവാദം വരുന്നില്ല, കള്ളനോട്ടുകൾ വരുന്നില്ല, മയക്കുമരുന്ന് വരുന്നില്ല, നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല. സ്വാഭാവികമായും ISIക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ കുഴപ്പമുണ്ടാകും. കാരണം നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്തുക എന്നത് എല്ലാവരുടെയും ലക്ഷ്യമാണ്. ഇതിനോട് കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിനെ നാം വിമർശിക്കുന്നത്. കാരണം കോൺഗ്രസ് നരേന്ദ്രമോദി, ഞാൻ ചോദിക്കട്ടെ, സേനാപതി വേണുവിനോട് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. പാകിസ്ഥാനിൽ പോയി മണിശങ്കർ അയ്യർ മോദിയെ താഴെ ഇറക്കാൻ പിന്തുണ തേടിയത് മറന്നുപോയോ? ഞങ്ങളാരും മറന്നിട്ടില്ല. ഇന്ത്യൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ നിങ്ങൾ സഹായിക്കണം. ആരാ ആവശ്യപ്പെട്ടത്? മണിശങ്കർ അയ്യർ. ആരോട് ആവശ്യപ്പെട്ടു? പാകിസ്ഥാനിൽ പോയി. ഇതേ പാകിസ്ഥാനുള്ള ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഡൊണാൾഡ് ലൂവിന് പങ്കുണ്ട് എന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡൊണാൾഡ് ലൂ എന്നൊക്കെ പറയുന്നത് ജോർജ് സൊറോസ് ഇവിടെ പറഞ്ഞല്ലോ, ശ്രീമാൻ മോഹൻ വർഗീസ് കൃത്യമായ പേരുകളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീമാൻ ജോർജ് സൊറോസ് അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പങ്കാളികളുമാണ്. അപ്പൊ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ആന്റി ഹിന്ദു, ആന്റി ഇന്ത്യ തന്നെയാണ്. ഇവിടെ അബ്ദുള്ളക്ക് ഹിന്ദു എന്ന പേര് പറയാൻ തന്നെ നാണക്കേണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, പോയിക്കോട്ടെ, ഞാൻ ആ പേര് പറയുന്നില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പോയിക്കോട്ടെ, നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല. പക്ഷേ ഇത് ആന്റി ഇന്ത്യ മൂവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട സർ. ലോക രാഷ്ട്രീയം കൃത്യമായി അനലൈസ് ചെയ്താൽ മതി. എങ്ങനെയാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദൗർഭാഗ്യകരമെന്ന് പറയാം, ഇന്ത്യക്കാരുടെ ഗതികേട് എന്ന് പറയാം. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടി ആ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കയ്യിലെ പാവയായി മാറി എന്നതാണ് ഗതികേട്. എങ്ങനെയാണ് ഡൊണാൾഡ് ലൂ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്, നിൽക്കു രോഹിണി ഇതിലൂടെ പറഞ്ഞു തീർക്കട്ടെ, 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഡൊണാൾഡ് ലൂ എങ്ങനെയാണ് ചെന്നൈയിലെത്തിയത്? ദില്ലിയിലുള്ള അമേരിക്കൻ എംബസിയിലല്ല അയാൾ പോയത്, ചെന്നൈയിലെത്തി. അവിടെയാണ് നിങ്ങൾ കട്ടിംഗ് സൗത്ത് അടക്കമുള്ള ഇന്ത്യ വിരുദ്ധ മൂവ്മെന്റുകളുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടത്. അപ്പോ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിന്റെ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം ഭാരതമാണെന്നും ഭാരത അതിർത്തി തന്നെയാണ് നിങ്ങളുടെയൊക്കെ നോട്ടമെന്നും എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഇന്ത്യ വിരുദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമി നിഷ്കളങ്കരാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നത് വളരെ സ്വാഭാവികമായ ജൈവികമായ പ്രതിഷേധമാണ് എന്നൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞുകൊള്ളൂ, നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ. അതല്ല യാഥാർത്ഥ്യമെന്ന് ചരിത്രം പഠിക്കുന്ന, സ്ഥിതിഗതികളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും. സേനാപതി വേണു, താങ്കൾ പറഞ്ഞതിനകത്ത് കുറേ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. ഈ 10-40 വർഷം ഒന്നും കോൺഗ്രസ് അപ്രമാദിത്വത്തോടു കൂടി ഇന്ത്യ ഭരിച്ചിട്ടില്ല. താങ്കൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഏറ്റവും ചുരുങ്ങിയത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടവും അതിന് മുൻപുള്ള കാലഘട്ടമൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ താങ്കൾ ഇത് രാജീവ് ഗാന്ധിക്ക് ശേഷം അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയ ഒരു സർക്കാർ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. പിന്നെ 17 സംസ്ഥാനങ്ങളിൽ നാം ഈ സംസാരിക്കുന്ന 2024 കോൺഗ്രസിന്റെ വോട്ട് അല്ലെങ്കിൽ സീറ്റ് എന്നുള്ളത് വട്ടപൂജ്യമാണ്. താങ്കൾ മറന്നു പോകരുത്. ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം നഷ്ടമായ ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റിയിട്ടില്ല, മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗരിമ അത് പണ്ട് അമ്മാവൻ ആനപ്പുറത്ത് കയറിയ രീതിയിലുള്ളതാണ്. അത് സേനാപതി വേണുവിനെ പോലെയുള്ളവർ ആ തഴമ്പും തടകി നടന്നോട്ടെ എന്ന് മാത്രമേ ഞങ്ങളോട് പറയാനുള്ളൂ. പിന്നെ താങ്കൾ ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെയാണല്ലോ വ്യംഗ്യമായി എന്ന് വിമർശിച്ചത്.
ഞാൻ വീണ്ടും പറയട്ടെ, താങ്കൾ ചരിത്രം പരിശോധിക്കാത്തത് കൊണ്ടാണ്. ശ്രീമാൻ സേനാപതി വേണു, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിദേശ നയമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളതെന്ന് ലോക രാഷ്ട്രങ്ങളടക്കം ഇന്ത്യയുടെ വിദേശ നയത്തിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന 2024 താങ്കൾ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നിരുന്ന ഇന്ത്യൻ വിദേശ നയത്തെ പറ്റി പറയുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ 1-2 ഫാക്ച്വൽ എറർ പറയട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഇന്ത്യ സൈന്യം എവിടെയോ ചെന്ന് പ്രഭാകരനെ പിടികൂടിയെന്ന്. എവിടെയാണ് സർ ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ഇന്ത്യൻ പട്ടാളം നാണം കെട്ട് മടങ്ങുകയായിരുന്നു. IPKF, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്, ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. അന്ന് രാജീവ് ഗാന്ധി കൊളംബോയിൽ ചെന്നപ്പോൾ തോക്കിന്റെ പാത്തി കടി കിട്ടാതെ രക്ഷപ്പെട്ട കഥ ഓർമ്മയുണ്ടോ സർ? ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ളത് ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട അധ്യായമാണ് എന്ന് ബഹുമാനപ്പെട്ട സേനാപതി വേണു മറക്കരുത്. ഇന്ത്യ ചെന്ന് ശ്രീലങ്കയിൽ ഒരു സമാധാനവും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അസ്ഥിരത അവിടെ കൂടിയതേ ഉള്ളൂ. അത് ഫാക്ച്വൽ എറർ ആണ്. പിന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ അയൽക്കാരൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളായെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇന്ത്യയിലെ അയൽക്കാരെല്ലാം ഇന്ത്യയുടെ സുഹൃത്തുക്കളായിരുന്നോ? നിങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു, സത്യമാണ്. അതുകൊണ്ടാണല്ലോ ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറിയപ്പോൾ പുല്ലുപോലും കിളയ്ക്കാത്ത ഭൂമി എന്ന് പറഞ്ഞ് അതിനെ കൈയൊഴിയാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാൻ അവസരം കിട്ടിയത്. അല്ല, അതിന് ധൈര്യം കിട്ടിയല്ലോ. പുല്ലുപോലും മുളയ്ക്കാത്ത ഭൂമിയല്ലേ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചൈനയ്ക്ക് ഇഷ്ടദാനം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടായിരുന്നു സർ? ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ഐക്യരാഷ്ട്രസഭയിലേക്ക് വലിച്ചിഴച്ച് അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് ആരായിരുന്നു സർ? അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ വിദേശ നയത്തിന്റെ പൊങ്ങച്ചൊന്നും ഇവിടെ വന്നിരുന്ന് പറയരുത്. പറയാൻ ധാരാളമുണ്ട്. ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്ക് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? പാകിസ്ഥാന് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മറന്നു പോകണ്ട. നരേന്ദ്രമോദി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സാർക്ക് രാജ്യത്തെ തലവന്മാരെ, ഇതൊന്ന് കുറയ്ക്കുമോ, സാർക്ക് തലവന്മാരെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ടായിരുന്നു എന്ന് മറക്കരുത്. ഒരു ജന്മദിനത്തിന് പാകിസ്ഥാനിൽ അതുകൊണ്ടാണ് കാർഗിലിൽ നമുക്ക് നമ്മുടെ 527 ജവാന്മാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നത് കേട്ടോ. ഉണ്ടാവും സർ, ചതിയന്മാർ എല്ലാ കാലത്തും ഉണ്ടാവില്ല. പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനുള്ള മറുപടി അവർക്ക് കിട്ടിയല്ലോ. അന്നതിന് ശേഷം എഴുന്നേറ്റിട്ടില്ലല്ലോ പാകിസ്ഥാൻ. ഉണ്ടോ? ഇന്ന് പാകിസ്ഥാനിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണോ താങ്കളുടെ മാനദണ്ഡം? ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള പാകിസ്ഥാനിൽ 1 കിലോ ആട്ടയ്ക്ക് 500 രൂപയാണ് സർ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യക്കാട്ടി മുന്നിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയുടെ അടിവസ്ത്രം വരെ ജനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയാ. ഹാപ്പിനെസ് ഇൻഡെക്സ് ആണല്ലോ നിങ്ങൾ കുറെ കാലം പൊക്കിക്കൊണ്ട് നടന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി. അതൊന്നും പറഞ്ഞ് ദേവി ഇത് പറയരുത്. ഫാക്ച്വലായിട്ട് സംസാരിക്കണം. താങ്കൾ പറഞ്ഞത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടപെട്ടത്. ഞാൻ പറഞ്ഞ 303 പറഞ്ഞത് ഇൻകറക്റ്റ് ആണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് 303 240 ആയത് ഇൻകറക്റ്റ് ആണോ? ചോദിച്ചതേ ഉള്ളൂ, ഇന്റർഫിയർ ചെയ്യല്ല. അതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യം പറയണ്ട. ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാനത് അംഗീകരിച്ചല്ലോ. അതൊരു കണക്കല്ലേ, അതെങ്ങനെ എനിക്ക് നിഷേധിക്കാൻ പറ്റുക? അത് അംഗീകരിച്ചുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷെ ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് മറന്നു പോകണ്ട. പോട്ടെ, നമുക്ക് ആ രാഷ്ട്രീയ അവകാശവാദങ്ങളല്ലല്ലോ ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യ ഗവൺമെന്റിന് നിലപാടുണ്ട്. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്തരം ഒരു നിർണായക സമയത്തോ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട പ്രതിപക്ഷം. കാരണം എന്താ? ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ പുകഴ്ത്തൽ നമ്മുടെ ലക്ഷ്യമല്ല. ഇന്ത്യ ഗവൺമെന്റിനോട് ഏറ്റവും അനുഭാവപൂർണമായ സൗഹാർദ്ദപരമായ ഒരു നിലപാട് പുലർത്തിയ ഭരണാധികാരി എന്ന നിലയിൽ അവർക്കൊരു കുഴപ്പം വരുമ്പോൾ അതിനെ ചെറുക്കേണ്ട ബാധ്യത ഒരു രാജ്യം എന്ന നിലയിൽ നമുക്കുണ്ട്. ആ സമയത്തും കോൺഗ്രസ് അതിന്റെ തനി ഗുണം കാണിച്ചു എന്നതിലാണ് സർ ഞങ്ങൾക്ക് ഖേദം. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ്, നിങ്ങൾ പാലസ്തീന് വേണ്ടി കുറെ കണ്ണുനീരൊഴുക്കിയല്ലോ. സേവ് ഗാസ എന്നും സേവ് പാലസ്തീൻ എന്നും പറഞ്ഞിട്ട് രാജ്യത്തെ എല്ലാ തെരുവുകളിലും നിങ്ങൾ മെഴുകുതിരി പ്രകടനങ്ങളും പ്ലക്കാർഡുകളും പിടിച്ച് വലിയ വലിയ പ്രതിഷേധയോഗങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ഹത്യക്കെതിരെ വാ തുറന്ന ഒരു അക്ഷരം പറയാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് സർ? എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ത്യക്കെതിരെ തിരിച്ചു വിടരുത് എന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടാനുള്ള തന്റെ ഇടം എന്തുകൊണ്ടാ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാത്തത്? പകരം നരേന്ദ്രമോദിയെ പേടിപ്പിക്കുക ബംഗ്ലാദേശ് കാണിച്ച്. അത് ഇവിടെയും ആവർത്തിക്കും പോലും. തന്റെ ഇടമുണ്ടെങ്കിൽ അങ്ങ് ആവർത്തിക്ക്, കാണട്ടെ ഞങ്ങള്. അപ്പോ അങ്ങനെ ബംഗ്ലാദേശിനെ കാണിപ്പിച്ച് ഇന്ത്യയും BJP ഒന്നും പേടിപ്പിക്കരുത്. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ തിരിയാൻ പറ്റും. ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും നടക്കുന്ന അതേ ശക്തികളാണ് ഇന്ന് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തിരിച്ചറിയുന്നവർ.
ഇന്ത്യക്കും ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം നിൽക്കേണ്ട നിങ്ങളിപ്പോ എന്താ പറയുന്നത്? ബംഗ്ലാദേശിനെ കണ്ടില്ലേ, അതുപോലെ ഇവിടെയും വരുമെന്ന് പറഞ്ഞ് മോദിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നട്ടെല്ലും നാക്കും ഏതോ വിദേശ രാജ്യത്തിന് അടിയറവ് വെച്ചിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ വരുന്നത്. ഇന്ന് കണ്ടു ഞങ്ങൾ പാർലമെന്റിൽ അദ്ദേഹം എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം കിടന്നുറങ്ങുന്നത്. പോയിക്കോട്ടെ, നമുക്കതൊരു വിഷയമല്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇന്നേ വരെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷത്തിരുന്നത്. ഞങ്ങൾ ഒരു സമയത്ത് പോലും ഇന്ത്യ ഗവൺമെന്റിനെ വിദേശത്ത് പോയി നാണം കെടുത്താൻ, നിർണായകമായ സന്ദർഭങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിനെ പാലം വലിക്കാൻ, പിന്നിൽ നിന്ന് കുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവും തയ്യാറായിട്ടില്ല സർ. നിങ്ങൾ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഭാരതീയ ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പൂർണ്ണ പിന്തുണ നൽകി. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാതെ പോകുന്നത്? നരേന്ദ്രമോദിക്ക് എന്തോ 4 വോട്ട് കൂട്ടുമെന്നുള്ള നിങ്ങളുടെ പേടിയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യത്തിന്റെ സാഹചര്യം, അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ത്യയിലെ 145 കോടി ജനങ്ങളുടെ സുരക്ഷയാണ് നിങ്ങളുടെ ആശങ്ക എങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുക, ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളെ തള്ളിപ്പറയുക, ഗാസയ്ക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിന്റെ പകുതിയെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ഒഴുക്കുക എന്നത് മാത്രമാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള അവകാശവാദം. 2, ബംഗ്ലാദേശിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ കോൺഗ്രസ് നിലപാട് ആവർത്തിക്കുമ്പോൾ അത് ഏതൊരു ഭരണകൂടത്തിനും ഒരുപക്ഷെ ഭീഷണി അയക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ളൊരു താക്കീത് മാത്രമാണ് എന്നും പറയുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ 2 വിമർശനങ്ങളെയും കാണുന്നത്? ഇപ്പൊ ആദ്യം സംസാരിച്ച രണ്ടുപേരും യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചിട്ടാണ് സംസാരിച്ചത്. കാരണം ഇവിടെ എന്താണ് ഈ കലാപത്തിന്റെ ഒരു കാരണമായി പറഞ്ഞതും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതാണല്ലോ രണ്ടുപേരും സംസാരിച്ചു. ഒരാൾ അവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ പറ്റി വസ്തുനിഷ്ഠമല്ലാതെ സംസാരിച്ചു, മറ്റൊരാൾ കലാപത്തിന്റെ കാരണത്തെ പറ്റി പറഞ്ഞു. ഖേദത്തോടെ പറയട്ടെ, അത് രണ്ടും പാർഷ്യലി മാത്രമാണ് ശരി. കാരണം ഇവിടെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഈ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് സംവരണ വിരുദ്ധ പ്രക്ഷോഭം തന്നെയാണോ? കാരണം ഇവിടെ പറഞ്ഞത് ശരിയാണ്. 72-ലെ സ്വാതന്ത്ര്യ സമരം എന്ന് അവർ വിശേഷിപ്പിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള മോചനം, 71-ലെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് 72-ൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വം, അതായത് ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ, അദ്ദേഹം ഏർപ്പെടുത്തിയ 30% സംവരണം എന്നുള്ളത് 2018-ൽ ഇതേ ഷെയ്ഖ് ഹസീന റദ്ദാക്കി എന്ന കാര്യം ഇവർ പറയുന്നില്ല. 2018-ൽ രാജ്യത്ത് വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം അന്നും ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 2018-ൽ തന്നെ ഷെയ്ഖ് ഹസീന ഈ സർക്കാർ ജോലികളിലുള്ള 30% സംവരണം എന്നത് എടുത്തു കളഞ്ഞു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 2021-ൽ അവിടുത്തെ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിന്റെ ഫലമായി 2024 ജൂണിൽ, അതായത് നാം ഈ സംസാരിക്കുന്ന ഓഗസ്റ്റ് തൊട്ട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയാണ് ആ സംവരണം പുനഃസ്ഥാപിച്ചത്. അത് 56% മൊത്തം സംവരണമാക്കി. ഈ റസാക്കർമാർക്ക് 30%, പിന്നെ മറ്റ് മൈനോറിറ്റി, വികലാംഗൽ, അങ്ങനെ എല്ലാം കൂടെ ബംഗ്ലാദേശിലെ സംവരണം 56%-മായി ഉയർന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് ഇതേ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തന്നെയാണ്, സംവരണം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ട്. അതിനുശേഷം ജൂലൈ 24, 2024 ജൂലൈയിൽ, അതായത് കൃത്യം 1 മാസത്തിന് ശേഷം ബംഗ്ലാദേശ് സുപ്രീം കോടതി ഈ സംവരണം 53% എന്നുള്ളത് കട്ട് ഷോട്ട് ചെയ്ത് വെറും 7%-ലേക്ക് കുറച്ചു. അതിന്റെ അർത്ഥം എന്താ? ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ ആദ്യം ഉന്നയിക്കപ്പെട്ട, അല്ലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആദ്യ ആവശ്യത്തോട്, സംവരണം എന്ന ആവശ്യത്തോട് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരും അനുകൂലമാണ്. അതായത് വിദ്യാർത്ഥികളുടെ സമരത്തിന് അടിസ്ഥാനമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ? ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോയത് ഗവൺമെന്റ് ആണ്. അതേ ഗവൺമെന്റ് സുപ്രീം കോടതി അതിനെ ഇല്ലാതെയാക്കുമ്പോൾ അതിനെ പിന്തുണച്ച ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെയുള്ള സമരം എന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ഇവിടെ രണ്ടുപേരും വാചാലരായപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ശ്രീമാൻ ഒ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന നിരപരാധിത്വത്തെ പറ്റിയും അവരുടെ നിഷ്കളങ്കതയെ പറ്റിയും സംസാരിച്ചപ്പോൾ ശ്രീമാൻ സേനാപതി വേണു കോൺഗ്രസിന്റെ ഇന്നസെൻസിനെ പറ്റിയാണ് സംസാരിച്ചത്. സത്യത്തിൽ കോൺഗ്രസിന്റെ ഇന്നസെൻസിനെ പറ്റി പറയുമ്പോൾ ആയിരക്കണക്കിന് സിഖുകാര് അവരുടെ പരലോകത്തിരുന്നിട്ട് ഊറിച്ചിരിക്കുന്നുണ്ടാകും. ശ്രീമാൻ സേനാപതി താണു, താങ്കളുടെ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവരുടെ ആത്മാക്കള്.
ആയിരക്കണക്കിന് സിഖുകാരെ ഡൽഹി തിരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊന്ന കോൺഗ്രസ്സുകാരനാണ് ഇവിടെ വന്ന് പറയുന്നത് കോൺഗ്രസ് സമാധാനത്തിന്റെ മാടപ്രാവുകളെ വളർത്തുകയാണ് പോലും. ഞങ്ങൾ മതേതരക്കാരാണത് ശരിയാണ്, ഞങ്ങൾ ആരും മറന്നിട്ടില്ല 84. അതുകൊണ്ട് ആ സിഖുകാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ആത്മാക്കളെ പോലും വേട്ടയാടരുത് എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രാജീവ് ഗാന്ധി വധിച്ചതിന് ശേഷം തമിഴ്നാട്ടിലുണ്ടായ കലാപം അതും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നിഷ്കളങ്കതയും നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ ഈ രാജ്യം കഴിഞ്ഞ 50 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെയാണ് ശ്രീമാൻ ഒ അബ്ദുള്ള ഉണ്ടായിരുന്നു BBC-യിൽ പോലും. ആ BBC പോലെയുള്ള മാധ്യമങ്ങൾ പരിശോധിച്ചിട്ട് ജനം TV മാത്രമാണ്, അല്ലെ ജനം TVയുടെ ആങ്കറാണ് അങ്ങനെ പറയുന്നത്, BBC-യിൽ കാണുന്നില്ല എന്നാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ BBC-യുടെയും റോയിട്ടേഴ്സിന്റെയും ഇക്കണോമിക് ടൈംസിന്റെയും അടക്കമുള്ള വാർത്തയുടെ ലിങ്ക് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അവിടെ അത് പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും അവിടെ മൈനോറിറ്റി എത്രമാത്രം ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന്. ശ്രീമാൻ ഒ അബ്ദുള്ള മനസ്സിലാക്കണം, 27 ജില്ലകളിലാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ആ ജില്ലകളുടെ പേര് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. അവിടെ കഴിഞ്ഞ ദിവസം അവിടെ ഹിന്ദു സ്ഥാപനങ്ങൾ തകർക്കുന്നു, അതായത് ഹിന്ദുക്കൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച്. നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്, ഇവിടെ സംവരണ വിരുദ്ധ കലാപമാണ് നടക്കുന്നതെങ്കിൽ അവാമി ലീഗും ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷമാണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വ്യാഖ്യാനം. എങ്ങനെയാണ് അത് മൈനോറിറ്റിയുടെ മുൻപിലേക്ക് എതിരെ തിരിഞ്ഞത്? ഇത് തന്നെയാണ് ലോകം എന്നും നടന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറഞ്ഞ് പണ്ട് നടന്ന സംഭവം. ഇത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്ത്